ഹരേ കൃഷ്ണ. പരമാത്മാവായ ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അവനവന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഈശ്വര ബുദ്ധിയോടുകൂടി ചെയ്യുക. കാരണം ഭഗവാൻ ഗീതയിൽ പറയുന്നു, അനിത്യമസുഖം ലോക മിമം പ്രാപ്യ ഭജസ്വമാം. അതായത് ഭഗവാൻ പറയുന്നു, ജീർണിച്ച് നശിക്കുന്നതും അതുകൊണ്ട് തന്നെ ദുഃഖപ്രദവുമായ ഈ ലോകത്ത് വന്നു ചേർന്ന സ്ഥിതിക്ക് ആവശ്യം പരമാത്മാവായ എന്നെ ഭജിക്കുകയാണ് വേണ്ടതെന്ന്. അതായത് അനിത്യവും ദുഃഖപ്രദവുമായ ഈ ലോകത്ത് പരമാത്മാവായ ആനന്ദനിധിയായിരിക്കുന്ന ഭഗവാനെ ഭജിക്കുകയല്ലാതെ നമുക്ക് വേറൊരു മാർഗവുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന സകലതും ജീർണിച്ച് നശിക്കുന്നവയാണ്. അതായത് ആത്മാവ് മാത്രമാണ് നാശമില്ലാത്തത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആത്മാവിനോട് കൂടുതൽ കൂടുതൽ അടുക്കുക. സകലർക്കും നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് കർമ്മം ചെയ്യുക. കാരുണ്യവും കഷ്ടസഹനങ്ങളും ഒക്കെ നമ്മൾ ശീലിക്കുക. ത്യാഗവും സത്യവും ഒക്കെ നമ്മൾ അനുഷ്ഠിക്കുക. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ വികസിപ്പിച്ചെടുത്ത് ഭഗവാന്റെ കൃപയും കാരുണ്യവും ഉണ്ടാകാനായിട്ട് നമ്മൾ നിരന്തരം ഭഗവാനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഭഗവാനിൽ ആർക്കാണോ പരമമായ പ്രേമമുള്ളത് അവർ ഭഗവാനിലും ഭഗവാൻ അവരിലും വസിക്കുന്നു എന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ ആശ്രയിക്കുക. ഏത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അതിൻ്റെ ഫലത്തെ ആശ്രയിക്കാതെ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുക. അതിൻ്റെ ഫലം നമുക്ക് ഭഗവാൻ തരും. അപ്പോൾ എല്ലാവർക്കും ഈശ്വരനിലേക്ക് കൂടുതൽ കൂടുതൽ പ്രാർത്ഥനയോടുകൂടി അടുക്കാനായിട്ട് സാധിക്കട്ടെ. ഹരേ കൃഷ്ണ.